ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അടയാളവും പ്രതീകവും ഖദറാണ്. ഖദറിനെ മാറ്റി നിർത്തി നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ഖദർ ധരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മളിപ്പോൾ ഒരാളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാനൊന്നും നമ്മളാരും മുന്നോട്ട് വരേണ്ട കാര്യമില്ല. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം. വസ്ത്രം ധരിക്കാതെ പോകരുതെന്നേ ഉള്ളൂ. വസ്ത്രം ധരിച്ചു അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കുന്നത് ഞാൻ എതിരല്ല. പക്ഷേ വസ്ത്രം ഖദറാക്കുന്നതാണ് അവർക്കും നല്ലത്, നമുക്ക് എല്ലാവർക്കും നല്ലത്. ഖദറിന് ഒരു അന്തസ്സും ഖദറിനൊരു പവിത്രതയും രാഷ്ട്രപിതാവ് നമുക്ക് നൽകിയൊരു സന്ദേശമാണ്. അതുകൊണ്ട് തീർച്ചയായും ഖദർ ധരിക്കുന്ന അഭികാമ്യമാണ്. പിന്നെ ആധുനിക കാലഘട്ടത്തിൽ പലർക്കും പുതിയ ഉടുപ്പുകൾ ഇടണമെങ്കിൽ ഇടാം, നിങ്ങൾക്ക് ഉൾപ്പെടെ. ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് നമ്മുടെ പി ജയരാജൻ. ഈ പി ജയരാജൻ ഇപ്പൊ വലിയൊരു ൂഴ്ചപ്പാണ് ഇപ്പോ കോൺഗ്രസ്സുകാർ. അല്ല, ജയരാജൻ ആദ്യം ഖദറിട്ടിട്ട് ഖദറാണ് ഇടുന്നത്. അദ്ദേഹം ഖദറാണ് ഇടുന്നത്. ജയരാജൻ ഖദറിടുവാണെങ്കിൽ ഞാൻ എന്നെ സ്വാഗതം ചെയ്യും. അല്ല, ഖദറാണ് ഇടുന്നത് അദ്ദേഹം. ഈ അടുത്ത കാലത്ത് ഇടുന്നതായിരിക്കും. അദ്ദേഹം ഖദറാണ്. ഇപ്പോൾ അദ്ദേഹം ഖദറിടുന്നതിനെ ഞാൻ എന്താണ് സ്വാഗതം ചെയ്യുകയാണ്. പണ്ട് ഖദറിടുന്നില്ലായിരുന്നു. ചെയർമാനായ ശേഷം അദ്ദേഹം ഖദറിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഞാൻ ഖദറിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, സ്നേഹിക്കുന്ന ആളാണ്, എല്ലാ ഖദർ വസ്ത്രം ധരിക്കുന്ന ആളാണ്. അല്ലാത്ത നമ്മൾ ബനിയനും മറ്റേതൊക്കെ നമ്മൾ ടീഷർട്ടൊക്കെ ഇടില്ലേ, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ ഔദ്യോഗിക നമ്മളെല്ലാവരും ഖദറെ ധരിക്കാറുണ്ട്.